വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വയനാട്ടിൽ ആരോഗ്യ വകുപ്പിന്റെ അനുമതിയില്ലാതെ ആദിവാസി മേഖലയിൽ അനധികൃത മനുഷ്യ പരീക്ഷണ നീക്കം. മാനന്തവാടി മേഖലയിലെ ആദിവാസി ഊരുകളിലാണ് ആർത്തവ ആരോഗ്യ കിറ്റുകൾ പരീക്ഷിക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെ പരീക്ഷണം നടത്തുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടു. 24 ബിഗ് ബ്രേക്കിംഗ്. കഴിഞ്ഞ 20-നാണ് വയനാട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്യമ എന്ന പേരിൽ ത്രിദിന സെമിനാർ നടത്തിയത്. സ്മാർട്ട് ട്രൈബൽ ഡെവലപ്മെന്റ് എന്ന വിഷയത്തിലൂന്നി USA ബത്ലഹേം സ്വദേശി ഡോക്ടർ ധ്രുവ് ശേഷാദ്രിയാണ് സെമിനാറിൽ പങ്കെടുത്തത്. ശേഷാദ്രി ലാബ് വികസിപ്പിച്ചെടുത്ത ആർത്തവ ആരോഗ്യ ഉപകരണത്തിന്റെ പരീക്ഷണമായിരുന്നു ലക്ഷ്യം. വിരലിൽ അണിയാവുന്ന ഉപകരണം വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് കൈമാറി. ആർത്തവ ചക്രം സംബന്ധിച്ച വിവരശേഖരണമാണ് പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വിവരം. ഇതിനുശേഷം മാനന്തവാടി മേഖലയിലെ അഗ്രഹാരം ഉന്നതിയിലും ആദിവാസികളെ ഉൾപ്പെടുത്തിയുള്ള യോഗം വിളിച്ചു ചേർത്തു. ഇവർക്ക് തുടർച്ചയായി ഉപയോഗിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സാനിറ്ററി നാപ്കിനുകളടക്കം വിതരണം ചെയ്തിട്ടുണ്ട്. മാനന്തവാടി TO അടക്കമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് സാധാരണക്കാരായ ആദിവാസി വിഭാഗങ്ങളിലെ ആളുകൾക്ക് അവരെ ഗിനിപ്പന്നികളാക്കുന്ന രീതിയിൽ, അതായത് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് വേണ്ടി പരീക്ഷണ വസ്തുവാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു ഡിവൈസ് വിതരണം ചെയ്തിട്ടുള്ളത്. സെമിനാർ സംഘടിപ്പിക്കാൻ അനുമതി തേടി പട്ടികവർഗ വകുപ്പിന് എഞ്ചിനീയറിംഗ് കോളേജ് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ അനുമതി ഇതിന് വേണമെന്ന നിർദ്ദേശം നൽകി. തുടർന്ന് DMOക്ക് അപേക്ഷ നൽകിയെങ്കിലും അനുമതി നൽകിയില്ല. എന്നിട്ടും സെമിനാർ സംഘടിപ്പിച്ചു. ആദിവാസി ഊരുകളിലും അമേരിക്കൻ സംഘമെത്തി. 24 വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DMOയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ലഭ്യമായ വിവരങ്ങൾ ഞാൻ DMOയായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഔട്ട്സൈഡ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് പുറത്തുള്ള അന്വേഷണ ഏജൻസികളുടെ അടുത്തേക്കും നമ്മൾ ഈ വിവരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുക്ഷേമ ഡയറക്ടർക്കുമാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആദിവാസി ഉന്നതികളിൽ നടത്തിയ ആരോഗ്യ പരീക്ഷണം വളരെ ഗൗരവകരമായാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ജലവിഭവ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകൾക്ക് ചുറ്റും കെട്ടിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ബഫർ സോൺ ഉത്തരവ് സർക്കാർ പിൻവലിക്കും. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ച വിഷയത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പു നൽകിയത്. സർക്കാർ നിലപാട് പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. അടിയന്തര പ്രമേയത്തെ തുടർന്ന് സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നത് നിയമസഭാ ചരിത്രത്തിൽ ആദ്യമാണ്. അണക്കെട്ടുകളുടെ ജലനിരപ്പിൽ നിന്നും കരയുടെ ഭാഗത്തേക്ക് 20 മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചു. ഇതിനു പുറത്തുള്ള 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC നിർബന്ധമാക്കി. ഇതായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ 26-ന് ജലവിഭവ വകുപ്പ് ഇറക്കിയ ഉത്തരവ്. ഈ ഉത്തരവായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് ആധാരം. ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് ഉത്തരവ് പിൻവലിക്കുമെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ മറുപടി നൽകി. ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തലം നിലവിലുണ്ടെന്ന് പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഗവൺമെന്റ് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ 26/12 ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല. ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധത്തിൽ അത് മോഡിഫൈ ചെയ്യും. അടിയന്തര പ്രമേയ നോട്ടീസിനു പിന്നാലെ സർക്കാരിന്റെ ഒരു ഉത്തരവ് പിൻവലിക്കുന്നത് സഭയിൽ അപൂർവമാണ്. ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉത്തരവിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മോൻസ് ജോസഫിന്റെ ആരോപണം. 26/12 ഉത്തരവ് ഒരു ആശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അത് തിരുത്തുമെന്നും അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും പറഞ്ഞതിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തു. ഇക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിക്കും, ദോഷമില്ലാതെ ആ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇത് വെച്ച് കൊലവിളി ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉത്തരവ് പിൻവലിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയില്ല. 24 തിരുവനന്തപുരം.
ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കിയെന്നാണ്. സർക്കാരിന്റെ പുതിയ കാൽവയ്പ് എന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിശേഷിപ്പിച്ചത്. തത്വത്തിൽ എതിർക്കുന്നില്ലെങ്കിലും ആശങ്കയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് സഭാ നടപടികളുടെ മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, ഇന്നലെ തന്നെ സ്വകാര്യ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് സഭയിൽ വന്നിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ബില്ലിന്റെ തുടർ ഭേദഗതികൾ ചർച്ച ചെയ്യാൻ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്ന് അടക്കമുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അസാധാരണ നടപടി എന്ന രീതിയിലായിരുന്നു തുടർ അവതരണം ഇന്നത്തേക്ക് മാറ്റിയത്. എന്തായാലും സമീപകാലത്ത് സർക്കാർ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുകയും ഏറ്റവും അധികം സർക്കാർ പ്രതിപക്ഷ വാഗ്വാദങ്ങൾ നടക്കുകയും ചെയ്ത സ്വകാര്യ സർവകലാശാല ബില്ല് അത് നിയമസഭ പാസാക്കിയിരിക്കുന്നു. ശബ്ദ വോട്ടോടുകൂടിയാണ് പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റേതുമായി 1392 ഭേദഗതികൾ ഈ ബില്ലിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. അതിൽ നാമമാത്രമായ ഭേദഗതികൾ മാത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. 61 വകുപ്പുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ബില്ല് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരിക്കും. ആ വിദഗ്ധ സമിതിക്ക് പരിശോധിക്കാനുള്ള പരമാവധി കാലയളവ് 2 വർഷമാണ്. 2 വർഷത്തിൽ ഇവർ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതായത് 25 കോടി ഫണ്ട് സർക്കാർ സമർപ്പിച്ചിരിക്കണം. 24,000 ചതുരശ്ര അടി കെട്ടിടം ഉണ്ടായിരിക്കണം. ഒപ്പം 40% സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് സംവരണം ഏർപ്പെടുത്തിയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകിയിരിക്കണം. തുടങ്ങി നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു സ്വകാര്യ സർവകലാശാലയ്ക്ക് സംസ്ഥാനത്ത് സർവകലാശാലകൾ തുടങ്ങാനാകും. അതെന്തായാലും നിലവിലെ നിയമപ്രകാരം പരമാവധി 2 വർഷം വരെയാണ് ഈ വിദഗ്ധ സമിതിക്ക് ഈ അപേക്ഷ പരിഗണിച്ച് അനുവദിക്കാമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സമയപരിധി. അത് ഒരുപക്ഷെ 6 മാസം കൂടി ആവശ്യമെങ്കിൽ മാത്രം നീട്ടി നൽകുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 2 വർഷത്തിനകം സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ CPM ഏറ്റവും അധികം എതിർത്തിരുന്ന സ്വകാര്യ സർവകലാശാലകൾ അത് CPMന്റെ ഭരണകാലത്ത് തന്നെ അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു വിരോധാഭാസവുമുണ്ട്. എസ് വിജയകുമാർ. സർക്കാരിന്റെ പുതിയ കാൽവയ്പ് എന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിനെ വിശേഷിപ്പിച്ചത്. ഇക്കാര്യത്തിൽ തത്വത്തിൽ ഈ നീക്കങ്ങളെ, ഈ ആശയത്തെ എതിർക്കുന്നില്ല പ്രതിപക്ഷം. പക്ഷേ ചില ആശങ്കകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചിപ്പിക്കുകയും ചെയ്തു. നേരത്തെ ബില്ല് അവതരണ സമയത്ത് പ്രതിപക്ഷം ചില വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ നിയമസഭയിൽ നിർണായക നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭ പാസാക്കിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്തെ 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ എന്ന CAG റിപ്പോർട്ട്. ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന ശുപാർശയുണ്ട്. KMML ക്രമക്കേടുണ്ട് എന്നും അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുമാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ CAG റിപ്പോർട്ടിലുള്ളത്. KMML ക്രമക്കേട് എന്നതടക്കം CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. ഉമേഷ്, കേൾക്കാമെങ്കിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള കണ്ടെത്തലുകളാണല്ലോ, പരാമർശങ്ങളാണല്ലോ CAG റിപ്പോർട്ടിലുള്ളത്, അല്ലേ? തീർച്ചയായും സമീപകാലത്ത് നിയമസഭയിൽ അടക്കം വെച്ച വ്യവസായ മന്ത്രിയുടെ കണക്ക് പ്രകാരം 20-ൽ താഴെ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് നഷ്ടത്തിലുള്ളത് എന്ന് കണ്ടെത്തിയിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളതാണ് CAGയുടെ റിപ്പോർട്ട്. CAGയുടെ റിപ്പോർട്ട് പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ട്. 2023 മാർച്ച് വരെയുള്ള കണക്കാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എങ്കിലും ആ കണക്ക് ഏറ്റവും സുപ്രധാനമാണ്. സംസ്ഥാനത്ത് 131 പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളതിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഈ നഷ്ടക്കണക്ക് തന്നെ 18,026 കോടി 49 ലക്ഷം രൂപ നഷ്ടമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലുണ്ട്. ലാഭകരമല്ലാത്തത് അടച്ചുപൂട്ടാനുള്ള ശുപാർശയുണ്ട്. നിലവിൽ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഓരോ നടപടിക്രമങ്ങളായി പൂർത്തീകരിച്ചു വരുന്നു. അവ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഈ ശുപാർശയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ KSRTCയുടെ കാര്യത്തിൽ ചില വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. KSRTC കൃത്യമായി കണക്കുകൾ CAGക്ക് നൽകുന്നില്ല. കഴിഞ്ഞ 7 വർഷത്തെ കണക്കുകൾ CAGക്ക് ഓഡിറ്റ് ചെയ്യാനായി നൽകിയില്ല എന്നുള്ള ഗുരുതരമായ
ശക്തമായ ഒരു വിമർശനവുമുണ്ട്. അതുകൂടാതെ പർച്ചേസുമായി ബന്ധപ്പെട്ട KSRTCയിൽ GST നടപടികൾ കൃത്യമായി പാലിക്കാത്തതിനാൽ 1,55,00,000 രൂപയുടെ നഷ്ടം KSRTCക്ക് ഉണ്ടായി എന്നും CNAG കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു കണ്ടെത്തൽ KMMലുമായി ബന്ധപ്പെട്ടാണ്. KMML കൃത്യമായി പർച്ചേസ് മാനുവൽ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിലും ഈ KMML നടത്തിപ്പിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കൾ വാങ്ങുന്നതിലും ഓപ്പൺ ടെൻഡർ വിളിക്കുന്നില്ല. കൃത്യമായി താല്പര്യമുള്ളവർക്ക് മാത്രമായി ടെൻഡർ നൽകുന്നു. ഇത്തരത്തിൽ ടെൻഡർ നൽകുന്നതിലൂടെ മാത്രം 23 കോടി രൂപ 17 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് യോഗ്യതയില്ലാത്തവർക്ക് ടെൻഡർ നൽകിയതിലൂടെയാണ് ഇത്രയും കോടി രൂപ നഷ്ടം വന്നിരിക്കുന്നത്. പൊതു ടെൻഡർ വിളിക്കണം എന്നുള്ള ശുപാർശയും CNAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിജയകുമാർ. യെസ്, ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് CAG ശുപാർശ. ലാഭത്തിലാക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്ന് CPMന്റെ പുതിയ നയരേഖ നേരത്തെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നിലവിൽ നഷ്ടത്തിലുള്ളത് എന്നാണ് CAG പറയുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ എന്ത് തരം ഇടപെടലാണ് സർക്കാർ വ്യവസായ വകുപ്പ് നടത്താൻ പോകുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും ശേഷം ഇപ്പോൾ കൊച്ചിയിൽ അബ്ദുൽ നാസർ മദനി ആശുപത്രി വിടുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിൽ. റമദാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. എൻ്റെ അനാരോഗ്യാവസ്ഥ കൊണ്ട് ഇനിയൊരു സന്ദർഭത്തിൽ ഞാൻ തന്നെ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തും. ആ പത്രസമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ വിശദമായി പറയും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചികിത്സയ്ക്ക് ശേഷം അബ്ദുൽ നാസർ മദനി ആശുപത്രി വിടുകയാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചുരുക്കം ചില കാര്യങ്ങൾ സംസാരിച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലഹരിവേട്ടയ്ക്കും പരിശോധനയ്ക്കുമിടെ കൊല്ലത്തും പാലക്കാട്ടും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമം. കൊല്ലത്ത് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപിനും പാലക്കാട് ASI ഉവൈസിനും നേരെയാണ് ആക്രമണമുണ്ടായത്. മലപ്പുറം എടപ്പാളിൽ യുവാവിനെ ലഹരി സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. സംസ്ഥാനത്ത് പലയിടത്ത് നടന്ന പരിശോധനയിൽ ഇന്ന് 10 പേരാണ് പിടിയിലായത്. ചാത്തന്നൂരിൽ നിന്ന് കാർ മാർഗം MDMA കടത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം കല്ലുംതാഴത്ത് എക്സൈസ് വാഹന പരിശോധന നടത്തിയത്. കാർ പരിശോധിക്കാൻ ഇൻസ്പെക്ടർ എത്തിയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു. എക്സൈസ് പിന്തുടർന്നതോടെ കാർ മാമ്പുഴയിൽ ഉപേക്ഷിച്ച് ഡ്രൈവർ കടന്നുകളഞ്ഞു. പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് 4 ഗ്രാം MDMA കണ്ടെടുത്തു. കാർ ഓടിച്ചയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി വിൽപ്പന തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ASI ഉവൈസിനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഉവൈസിന്റെ കാലിനാണ് പരിക്കേറ്റത്. കൂടെയുള്ള പോലീസുകാർ ചാടിമാറിയതിനാൽ മറ്റപകടം ഉണ്ടായില്ല. മലപ്പുറം എടപ്പാളിൽ യുവാവിനെ ലഹരി സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. കുറ്റിപ്പാല സ്വദേശിയായ 18-കാരനോട് ലഹരി സംഘം സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ നമ്പർ ചോദിച്ചു. നമ്പറില്ലെന്ന് പറഞ്ഞതോടെയാണ് സംഘം കയ്യിൽ കരുതിയ വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ പൊന്നാനി സ്വദേശി മുബഷീറും മുഹമ്മദ് യാസറും മറ്റൊരു 17 വയസ്സുകാരനുമാണ് പിടിയിലായത്. എറണാകുളം പെരുമ്പാവൂരിൽ അസം സ്വദേശിയിൽ നിന്ന് 20.78 ഗ്രാം ഹെറോയിൻ കണ്ടെത്തി. അസം സ്വദേശിയായ ഇസാദുൽ ഇസ്ലാമാണ് പിടിയിലായത്. പെരുമ്പാവൂരിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി സന്തോഷ് മഹന്തി, അസം സ്വദേശി ദിനുൽ ഇസ്ലാം എന്നിവരെ പിടികൂടി. ആലപ്പുഴ കായംകുളത്ത് കോളേജിന് സമീപം MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. കരുനാഗപ്പള്ളി സ്വദേശി റീഗൽ രാജ്, മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായത്. 23 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. പൊതുസ്ഥലങ്ങളിലെ പ്രചരണങ്ങൾക്കും ബോർഡുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് മറികടക്കാൻ നിയമഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങുന്നു. നിയമവിരുദ്ധമല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ച് പ്രചരണം നടത്താമെന്നായിരിക്കും നിയമഭേദഗതി. ഇതിനായി ചെറിയ ഫീസ് ഈടാക്കുമെന്ന് മന്ത്രി MB രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ബോർഡുകൾക്കും പ്രചരണങ്ങൾക്കുമെതിരെ ഹൈക്കോടതി തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളോട് നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ കേരളത്തിലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ഇതിന് നിയമ ഭേദഗതിയിലൂടെ പരിഹാരം കണ്ടെത്തുകയാണ് സംസ്ഥാന സർക്കാർ. ഭരണപക്ഷത്ത് നിന്ന് EK വിജയൻ MLA പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെട്ടത്. ചട്ടഭേദഗതി കൊണ്ടുവരുമെന്നായിരുന്നു
മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. ഹൈക്കോടതി ഉത്തരവുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത തരത്തിലും പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മിതമായ നിരക്കിൽ ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ നിയമ ചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ആദ്യം ഓർഡിനൻസ് ഇറക്കി അടുത്ത സഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് സർക്കാർ ആലോചന. ചെറിയ ഫീസും ഈടാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന് 6000 കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി. വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് അധിക വായ്പയ്ക്ക് അനുമതി നൽകിയത്. 5990 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം നേരത്തെ അനുമതി നൽകിയിരുന്നു. വൈദ്യുതി മേഖലയിലും പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള പരിധിയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. ഇത്തരത്തിൽ 12000 കോടിയോളം രൂപ കടമെടുക്കാൻ കഴിയുമെന്നും സംസ്ഥാനം കേന്ദ്രത്തെ നേരത്തെ അറിയിച്ചിരുന്നു. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും. കോൺഗ്രസ് ഭരണമുള്ള തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് ഇത് സംബന്ധിച്ച് KPCC സർക്കുലർ നൽകും. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണയ്ക്കില്ല എന്ന് INTUC സംസ്ഥാന നേതൃത്വം ആവർത്തിച്ചു. സമരത്തെ കോൺഗ്രസിന് പിന്തുണയ്ക്കാനാകുമെന്നാൽ INTUCക്ക് കഴിയില്ല എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ വാദം. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ബജറ്റിലൂടെ ആശാ വർക്കേഴ്സിന് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. കുറഞ്ഞത് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ കമ്മിറ്റി കൂടിയാകും നയപരമായ തീരുമാനമെടുക്കുക. കൊല്ലം തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതിനായി പണം അനുവദിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തെ INTUC വീണ്ടും തള്ളി. എന്നിട്ട് SUCIയുടെ ബോർഡ് വെച്ച് കറുപ്പും ചുമപ്പും അക്ഷരമുള്ള ബോർഡ്, ഓരോ സംഘടനയ്ക്കും അവരുടെ സിമ്പലുണ്ട്, അവരുടെ ഫ്ലാഗ് ഉണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്, അവരുടെ നടപടിക്രമങ്ങളുണ്ട്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ബോർഡ് വെച്ച് സമരം ചെയ്യുന്നിടത്ത് INTUC പോലുള്ള സംഘടന വഴിയാധാരമായി അങ്ങ് കയറി ചെല്ലണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആശാ സമരം നടത്തുന്ന ട്രേഡ് യൂണിയൻ SUCIയുടേതല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ്. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 44-ാം ദിവസവും നിരാഹാര സമരം 6-ാം ദിവസവുമാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില വധക്കേസിൽ പ്രതി യാസിർ കത്തി വാങ്ങുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കൈതപ്പൊയിലിലെ കടയിലെത്തിയാണ് പ്രതി കത്തി വാങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് ഈ പ്രതിയുടെ ഈ നീക്കം. കത്തി വാങ്ങാൻ അയാൾ കടയിലെത്തി അത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതുൾപ്പെടെ 2 കത്തികൾ ഉപയോഗിച്ചാണ് ഷിബിലയെ ഈ പ്രതി കുത്തിയത് എന്ന് പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പോലീസ് വാദങ്ങൾ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ കുടുംബം ഉന്നയിച്ച വാദങ്ങൾ സാധൂകരിക്കുന്ന കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നതിനുള്ള നിർണായക തെളിവാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കൊലപാതകം നടത്താൻ മുൻപി കൈതപ്പൊയിലെ ഒരു കടയിലെത്തി ബലമുള്ള കത്തി ചോദിച്ചു മേടിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തത്. അതാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. വളരെ കൃത്യമായി ആസൂത്രിതമായി, അതായത് ഷിബിലിയെ കൊല്ലണം, ആക്രമിക്കുകയല്ല, ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്, കുത്തിക്കൊല്ലുകയാണ് ലക്ഷ്യം എന്നുള്ളത് കൃത്യമായി സാധൂകരിക്കുന്ന അതിനുള്ള കൃത്യമായ തെളിവാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത്. മാത്രവുമല്ല 2 കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം എന്നുള്ള നേരത്തെ 24 തന്നെയായിരുന്നു വാർത്ത ബ്രേക്ക് ചെയ്തത്. ഇതിൽ ഇപ്പോൾ താമരശ്ശേരി DYSP സുഷീർ, അതുപോലെ തന്നെ അവിടെയുള്ള IP സായുജ്, ഇവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വളരെ വിശദമായ തെളിവ് ശേഖരണത്തിലേക്ക് നടക്കുന്നു. കാരണം ലഹരി ഉപയോഗിച്ചോ എന്നുള്ളത് മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളത്, അതിൽ ആസൂത്രിതമായ കൊലപാതകമാണ് ഷിബിലി കൊലപാതകം എന്ന് തെളിയിക്കുന്ന വളരെ കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. വിജയകുമാർ. യെസ്, ഈ പ്രധാന പ്രതിയല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ പ്രതി. അയാൾ യാസർ കൈതപ്പൊയിലെ കടയിലെത്തി കത്തി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് 24 പുറത്തുവിടുന്നത്. അതിൽ ഇത് നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ ആസൂത്രിതമാണ് ഈ കൊലപാതകമെന്ന് ഉറപ്പിക്കാവുന്ന തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കും. തീപിടുത്ത വിവരം അറിഞ്ഞ് ആദ്യം എത്തിയ ഉദ്യോഗസ്ഥരുടെ ഫോണുകളാണ് ആഭ്യന്തര അന്വേഷണ സമിതി പരിശോധിക്കുക. തീപിടുത്തത്തിന്റെ കാരണം തേടി ഡൽഹി പോലീസ് ഫയർ സർവീസിന് കത്തയച്ചു.
ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തത്തിൽ ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ 5 പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളാണ് കമ്മീഷണർക്ക് സമർപ്പിച്ചത്. തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷണർ സഞ്ജയ് അറോറ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഫോണുകൾ നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഫോണുകൾ 3-അംഗ അന്വേഷണ സമിതി പരിശോധിക്കും. യശ്വന്ത് വർമ്മയുടെ വസതിയിൽ ആദ്യം എത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണെന്നാണ് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട്. ന്യൂഡൽഹി DCP കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റാണ് തീപിടുത്ത വിവരം അറിയിച്ചതെന്നും വിവരമറിഞ്ഞ് പോലീസ് എത്തുന്നതിനു മുമ്പ് 2 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയിരുന്നുവെന്നും പരാമർശമുണ്ട്. NDMCയിലെയും CPWയിലെയും ഉദ്യോഗസ്ഥരും ജഡ്ജിയുടെ വസതിയിൽ എത്തിയിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യം എത്തിയത് പോലീസ് ആണെന്ന് ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 24 ഡൽഹി. അതേസമയം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. ഇന്ന് വൈകിട്ട് 4:30-ക്കാണ് യോഗം. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ JP നദ്ദ, പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി രാജ്യസഭാ അധ്യക്ഷൻ ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നോട്ട് വെച്ച നിർദ്ദേശം അനുസരിച്ചാണ് യോഗം വിളിച്ചിരിക്കുന്നത്. വിഷയം ഗൗരവമുള്ളതാണ് എന്ന് രാജ്യസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു. ലോക്സഭയിലെ ശൂന്യവേളയിൽ ഹൈബി ഈഡൻ ഈ വിഷയം ഉന്നയിച്ചു. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 കേരള യാത്ര അക്ഷരനഗരിയായ കോട്ടയത്ത് പര്യടനം തുടരുന്നു. വൈക്കത്ത് നിന്ന് ആരംഭിച്ച യാത്ര വൈകിട്ട് ചങ്ങനാശ്ശേരിയിലാണ് അവസാനിക്കുക. ഇന്നും നാളെയുമാണ് കോട്ടയം ജില്ലയിലെ പര്യടനം. ചരിത്രമുറങ്ങുന്ന വൈക്കത്തിന്റെ മണ്ണിൽ നിന്നായിരുന്നു SKN40 കേരള യാത്രയുടെ തുടക്കം. വൈക്കം ബോട്ട് ജെട്ടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രീത ജയൻ, വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങി വൻ ജനാവലി യാത്രയുടെ ഭാഗമായി. വാർഡ് തലത്തിൽ ബോധവൽക്കരണം ആദ്യം മാതാപിതാക്കൾക്കുൾപ്പെടെ നമ്മൾ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് സ്കൂളുകളിൽ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് എല്ലാ കാര്യത്തിനും. സ്കൂളുകളിൽ ടീച്ചേഴ്സിനോടും അതുപോലെ സ്കൂളുകളോടും ചേർന്ന് മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് ക്ലാസുകളും മറ്റും വെക്കുന്നുണ്ട്. കേരള ചരിത്രത്തിലെ ഐതിഹാസിക സഹന സമരമായ വൈക്കം സത്യഗ്രഹത്തിന്റെ ഓർമ്മകളിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലും യാത്രയെത്തി. വൈക്കം ചീപ്പുങ്കലിലും വലിയ മടയിലും ഹൗസ് ബോട്ടിലൂടെ പര്യടനം. ലഹരിക്കെതിരായ പ്രതിജ്ഞ ഉറക്കെ ചൊല്ലി കടുത്തുരുത്തി സെയിന്റ് മൈക്കിൾ സ്കൂളിലും കേരള യാത്ര എത്തി. അന്യസംസ്ഥാനത്ത് നിന്ന് ഇതൊരു അച്ചുതണ്ട് പോലെ പ്രവർത്തിച്ച് അച്ചുതണ്ട് നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ സംഘടന ശക്തികളുടെ താഴ്മയിൽ നമുക്ക് അറുത്തു വീഴ്ത്തണം. വിദേശ നാടുകളിൽ നിന്ന് കേരളത്തിന്റെ മുകളിൽ ഒരു ഡെമോക്രസിയുടെ വാട് പോലെ തൂക്കിക്കിടക്കുന്ന ഈ MDMA-യുടെ വെല്ലുവിളി എന്നേക്കുമായിട്ട് ഇല്ലാതെയാകണം. വൈകിട്ട് ചങ്ങനാശ്ശേരിയിൽ സമ്മേളനം നടക്കും. 24 കോട്ടയം. ലഹരിക്കെതിരായ സന്ദേശം വിവിധ മാർഗങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് SKN40 കേരള യാത്ര. പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങൾ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നവയാണ്. മാനവസ്നേഹം മനസ്സിലുറപ്പിക്കുന്ന കവിതകൾ. മാനവസ്നേഹം മനസ്സിൽ നിറയ്ക്കുക, സത്യമാം നിത്യമാം ആദ്യന്തലഹരി അമ്മ മുലപ്പാലിൻ ഉണ്മയെന്നറിയുക. ലഹരിയുടെ ദുരിതം വരച്ചു കാട്ടുന്ന തെരുവു നാടകങ്ങൾ. കഞ്ചാവിൽ അഭയം പ്രാപിക്കുന്നവരുടെ കഴുത്തിൽ കയറിടുന്ന കാലൻ. സർഗസമ്പന്നമാണ് ലഹരിക്കെതിരായ കേരള യാത്ര. ലഹരിയത് ശാപമതാണ്, നാടിനപമാനമതാണ്. ഒരു വേളയത് ഉപയോഗിച്ചാൽ ജീവനത് ദോഷമതാണ്. ലഹരിയത് ശാപമതാണ്. കൈകൊട്ടിക്കളിയും തിരുവാതിരയും തുടങ്ങി നൃത്തരൂപങ്ങളും.
പാട്ടിലൂടെയും വരകളിലൂടെയും സർവരും ഉറക്കെ പറയുന്നത് ഒരേ മുദ്രാവാക്യം: അരുതക്രമം, അരുത് ലഹരി. കോട്ടയത്ത് നിന്ന് അശ്വിൻ പാലാഴി, 24. യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ. യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഇന്ന് വാഴിക്കും. ശുശ്രൂഷകൾക്ക് ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബെയ്റൂത്തിലെ പാത്രിയാർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് വാഴിക്കൽ ശുശ്രൂഷകൾ തുടങ്ങുന്നത്. യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഇത് അഭിമാന മുഹൂർത്തം. സഭയുടെ 81ാമത് കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയസിനെ ലബനൻ താഴ്വരകളെ സാക്ഷിയാക്കി അന്ത്യോക്യൻ പാത്രിയാർക്കീസ് വാഴിക്കും. വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരും മെത്രാപ്പോലിത്തമാരും പങ്കെടുക്കും. ലബനൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔനാണ് വിശിഷ്ടാതിഥി. സഭയുടെ അമരത്തേക്ക് ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്ത എത്തുന്നത് ആത്മീയ സന്തോഷം പകർന്നതാണെന്ന് ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ 24-നോട് പറഞ്ഞു. I want to assure our people in Malankara of our spiritual care, fatherly love and blessings and prayers on behalf of all of you, and to assure you that we will always be ready to do whatever it takes and to sacrifice anything and everything for the benefit of our people, people that have witnessed to their faith throughout the centuries with dedication and with love of God and love of the neighbor. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെയും 700-ലധികം വിശ്വാസി സമൂഹത്തെയും സാക്ഷിയാക്കിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത യാക്കോബായ സഭയുടെ അമരത്തേക്ക് വാഴിക്കപ്പെടുന്നത്. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘവും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും ഇന്നലെ തന്നെ ബെയ്റൂട്ടിലെത്തി. കേരളത്തിന് പുറമെ അമേരിക്ക, കാനഡ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് കാതോലിക്കയെ വാഴിക്കപ്പെടുന്ന അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് അമേരിക്കൻ അധിപതിരാസനത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ സഭയെ വളർത്തുവാൻ ഇനിയും കൂടുതൽ അഭൂതപൂർവമായി വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ തിരുമേനിക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ഈ മാസം 30-ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന പുതിയ കാതോലിക്ക ബാവയ്ക്ക് യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകും. ശേഷം സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ സ്ഥാനാരോഹണം. പുത്തൻകുരിശിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യാതിഥിയാകും. അരനൂറ്റാണ്ടിന്റെ ശുശ്രൂഷ വേലയുടെ ചരിത്രവുമായാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി സഭയുടെ അമരത്തേക്കെത്തുന്നത്. മലങ്കരയിൽ സഭാതർക്കം രൂക്ഷമാകുന്ന കാലത്ത് ആ പരിചയ സമ്പത്ത് സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹവും. ബെയ്റൂത്തിലെ പാത്രിയാർക്ക അരമനയിൽ നിന്നും ഗീസ് പീറ്റർ, 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. കോപ്പി അടിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ സജീവം. വാട്സാപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ പണം കൊടുത്തും സൗജന്യമായും പ്രത്യേകം തയ്യാറാക്കിയ കോപ്പികൾ വാങ്ങാം. 30 രൂപ മുതൽ ആരംഭിക്കുന്ന സംസ്ഥാനത്തെ കോപ്പി കച്ചവടം. 24 ഇൻവെസ്റ്റിഗേഷൻ. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പരീക്ഷാകാലമാണ്. എന്നാൽ പരീക്ഷാ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന ചില ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികളെ കോപ്പിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് 24 അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. വാട്സാപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലാണ് കോപ്പി വിതരണം ചെയ്യുന്ന ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. അത്തരമൊരു ഗ്രൂപ്പിൽ ഞങ്ങളും ജോയിൻ ചെയ്തു. 100 കണക്കിന് അംഗങ്ങളുള്ള ഗ്രൂപ്പാണിത്. ഇന്ന് ബയോളജി പരീക്ഷയാണെങ്കിൽ 2 ദിവസം മുൻപ് തന്നെ കോപ്പികൾ വന്നു തുടങ്ങും. പരീക്ഷയ്ക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരമാണെങ്കിൽ പണം നൽകണം. ടെലിഗ്രാമിൽ വന്ന സന്ദേശമാണിത്. ചോദിച്ചിട്ടുണ്ട്, പ്രിന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിന്റിന് ആവശ്യമുള്ള എല്ലാവരും SLC, അതുപോലെ സയൻസ്, കൊമേഴ്സ്, +1 ആവശ്യമുള്ളവരെല്ലാവരും റേറ്റ് 200 എല്ലാ സബിനും. അപ്പോൾ ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ ഞാൻ QR കോഡ് ഇടും, അതിക്ക് പൈസ അയക്കാൻ നേരം മെസ്സേജ് അയക്കാം. എന്നാൽ അപ്പോൾ പ്രിന്റ് തരാം കേട്ടോ. ഗ്രൂപ്പുകൾ വിതരണം ചെയ്യുന്ന കോപ്പികൾ പ്രിന്റ് എടുത്തതാണിത്. മൈക്രോ ലെവലിലാണ് എഴുത്തുകൾ ഉള്ളത്. ഇവ കൃത്യമായി കട്ട് ചെയ്ത് വസ്ത്രത്തിലോ ശരീരത്തിലോ ഒളിപ്പിച്ചാണ്
കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുക. ഇത്തരം ഏജൻസികൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പണം വാങ്ങിക്കൊണ്ട് കുട്ടികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവർ ഇത്തരത്തിലുള്ള മൈക്രോ ലെവൽ ഉത്തരങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ഏജൻസികൾ കൂടിയുണ്ട്. അത് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ആഴം വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ 24 അടക്കമുള്ള ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങൾ അതിന് ഉയർത്തി കാണിക്കുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്, ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ ഗ്രൂപ്പ് അഡ്മിന്മാരുടെ തടിതപ്പൽ ഐഡിയ ഇങ്ങനെ: കോപ്പികൾ അയക്കുന്നതോടൊപ്പം പഠന മെറ്റീരിയൽ ദുരുപയോഗം ചെയ്യരുത് എന്നാണ് മുന്നറിയിപ്പ്. കോപ്പിയടി ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഇതിനായി കൃത്യമായ ഇടപെടലിലൂടെ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ നിലവാരത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് കടിഞ്ഞാണിടേണ്ടതുണ്ട്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരായ സംസ്ഥാനത്തിന്റെ ഹർജി മറ്റൊരു ബെഞ്ചിന് വിടാമെന്ന് സുപ്രീം കോടതി. വേഗത്തിൽ വാദം പൂർത്തിയാക്കാൻ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റാം എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ ബെഞ്ച് മാറ്റത്തിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, ഈ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരായ സംസ്ഥാനത്തിന്റെ ഹർജി അത് അടിയന്തരമായി പരിഗണിക്കണമെന്ന ഒരു ആവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വച്ചത്. ഈ ആവശ്യത്തിനെ തുടർന്നാണ് എന്നാൽ അതൊരു മറ്റൊരു ബെഞ്ചിലേക്ക് വിടാം എന്നൊരു തരത്തിലേക്ക് തീരുമാനം സുപ്രീം കോടതി, അതായത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വേഗത്തിൽ വാദം പൂർത്തിയാക്കാൻ മറ്റൊരു ബെഞ്ചിലേക്ക് ഈ ഹർജികൾ റെഫർ ചെയ്യാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് സംസ്ഥാനം പറഞ്ഞത് ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ചിലേക്ക് വിട്ടാൽ അവിടെ ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ പരിഗണിച്ചൊരു സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി. എന്തായാലും നിലവിൽ ഈ ഹർജികൾ മറ്റൊരു ബെഞ്ചിലേക്ക് വിടാനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയും 2 ബില്ലുകൾ നിരസിച്ചതായി വിവരം ലഭിച്ചെന്ന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗവർണറെ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ല് അതും ഇന്നലെ രാഷ്ട്രപതി തള്ളിയൊരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ 2 ബില്ലുകൾ ഇന്നലെ രാഷ്ട്രപതി നിരസിച്ചതായുള്ള വിവരം ലഭിച്ചതായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജികളിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേഗത്തിൽ വാദം പൂർത്തിയാക്കാൻ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റാം എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് കേരളത്തിന്റെ അഭിഭാഷകനെ അറിയിച്ചത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുപോയ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതികൾ ചാടിപ്പോയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതിൽ ഇവരെങ്ങോട്ടോടി? അത്തരം വിവരങ്ങളുണ്ടോ? ഇവരെ പറ്റി മറ്റ് സൂചനകൾ? ഏതൊക്കെ വലിയ കേസുകളിലെ പ്രതികളാണോ ഇവർ? വിജയകുമാർ, കുപ്രസിദ്ധ മോഷ്ടാവാണ് ഈ വിനീത് എന്ന് പറയുന്ന ആൾ. അതായത് ഇന്ന് രാവിലെയാണ് ഇവർ 2 പേര്, അതായത് ഈ വടിവാൾ വിനീതും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയും ഈ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ വന്നതാണ് 2 പ്രതികളെയും. അതിനിടയിൽ ഈ ഒരാളുടെ കൈവിലങ്ങ് അഴിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ പ്രതികൾ ഈ ട്രെയിനിൽ നിന്ന് ചാടുന്നതും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം മറ്റൊരു ട്രെയിൻ ഇതിന് സമാന്തരമായി വന്നതുകൊണ്ട് തന്നെ ഈ പോലീസുകാർ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഈ മറ്റ് ട്രെയിനിന് മുന്നിലേക്ക് ചാടിയതിനു ശേഷം അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രതികൾ ഓടിക്കയറിയ മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് വനമേഖലയാണ്. ഇവിടെ പോലീസിന്റെയൊക്കെ നേതൃത്വത്തിൽ വ്യാപക തിരച്ചിലാണ് ഈ മേഖലയിൽ നടത്തുന്നത്. ഇപ്പോൾ ഈ പ്രതികളെ കണ്ടു എന്ന സംബന്ധിച്ചുള്ള സുപ്രധാനമായ വിവരം അത് പുറത്തു വരുന്നുണ്ട്. ഒരു പ്രദേശവാസിയായിട്ടുള്ള ആൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ജോസ് എന്ന് പറയുന്ന ആളാണ്. ചേട്ടാ, ഈ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകളെ ചേട്ടൻ കണ്ടോ? അവരെന്താ എവിടെ നിന്ന് വന്നത്? അവർ താഴ്ത്തുന്ന ഇവിടെ കയറി വരുന്നു. അപ്പം ഞാൻ എൻ്റെ പറമ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോഴൊക്കെ പരിചയമില്ലാത്ത 2 ആൾക്കാർ ഞാൻ ചോദിച്ചു കൈ കൊട്ടിട്ട്. അപ്പോൾ അവർ മൈൻഡ് ചെയ്യാൻ പെട്ടെന്ന് നല്ല വേഗത്തിൽ കയറി പോയിട്ടുണ്ട്. മുട്ടത്തല ഇവിടെ നിന്നു. മറ്റേ മുട്ടത്തല അല്ലാത്ത ആളാണ് കയറിപ്പോയിട്ടാണ് മിണ്ടണ്ട കയറി വന്നവർ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോയി. ഇത് വീടിന്റെ മുകളിലേക്ക് കയറിപ്പോയത് എങ്ങനെ സ്ഥലം എന്താ? ജനവാസ കാട്. ആ, അത് കാട്ടിലൂടെ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാനൊക്കെ പറ്റും. ഒറ്റക്കുളങ്ങര മറ്റേ നമ്മുടെ ഗോഡ്ജറ ബാക്ക് സൈഡ് കയറി ചെന്ന് കയറാം. അതായത് അവിടെ നിന്നവർക്ക് വാഹനങ്ങളൊക്കെ വേണം പിടിച്ചു പോവാം. ടൗണിലെത്തിയില്ലപ്പോ ഇങ്ങോട്ട് മറികടന്ന പോലീസ് ഈ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. പോലീസ് കയറി തെറ്ററിയട്ടെ.
അതായത് ഇവർ ഇതിൽ കയറി പോകുമ്പോൾ പറഞ്ഞിരുന്നു എന്താ? ഒന്നും പറഞ്ഞില്ല. അവർ തമ്മിൽ പറഞ്ഞ് മിണ്ടണ്ട അതായത് അങ്ങോട്ട് കയറി പോയുള്ളൂ. ഒരു പരിചയമില്ലാത്ത ആളെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറമ്പിൽ നിൽക്കല്ലായിരുന്നു, നമ്മൾ അടുത്താണെങ്കിൽ ചോദിക്കുക എന്തോന്ന് ചോദിച്ചായിരുന്നു. നമ്മളെ ഇടവേടെ വരി കയറി വരുമ്പോൾ കൈവിട്ട് എന്താന്ന് വെച്ചപ്പോൾ മൈൻഡ് ചെയ്യാൻ ഒട്ടും ഇങ്ങനെ കയറി പോന്നു. പട്ടിക്കുട്ടി ചാടിപ്പോയെന്നല്ലോ പറഞ്ഞു. അത് അവരുടെ വീട്ടിൽ പറഞ്ഞ ആ വീട്ടുകാർ ചോദിച്ചു. ആ വീട്ടിൽ സ്ത്രീകൾ പിന്നിലിരുന്നായിരുന്നു. അപ്പം അതിലെ കയറി പോകുമ്പോൾ എന്താ ആരാന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പോകുന്നേരം പട്ടിക്കുട്ടി പോയിട്ട് അത് പിടിക്കാൻ പോകുന്ന ഓടി കയറി പോയി. പട്ടിക്കുട്ടി ചാടിപ്പോയെന്ന് പറഞ്ഞു. അതാണ് ടൈറ്റിൽ. അതാണ് വിജയകുമാർ. അതായത് ദൃക്സാക്ഷിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. വടിവാൾ വിനീതും അതുപോലെ തന്നെ രാഹുൽ. ഈ വടിവാൾ വിനീതിനെ സംബന്ധിച്ച 60-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ്. എന്തായാലും ഉൾവനത്തിലേക്കാണ് ഇവർ വലിഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമാണ്. 60-ലധികം മോഷണ കേസിലെ പ്രതി ഉൾപ്പെടെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത്. റെയിൽവേ സ്റ്റേഷന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതികൾ ചാടിപ്പോവുകയായിരുന്നു. അപ്പോൾ കാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഒരു പ്രദേശവാസി ദൃക്സാക്ഷി സൂരജിനോട് പറഞ്ഞത്. അവരെ തിരയാൻ പോലീസും കാട്ടിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ കേസിൽ സംഘാടകർക്ക് ഗുരുതര വീഴ്ചയെന്ന് പോലീസ്. മൃദംഗ വിഷൻ മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് കണ്ടെത്തൽ. വീഴ്ചയിൽ GCDAക്ക് പങ്കില്ല എന്ന് പോലീസ് പറയുന്നു. നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അശാസ്ത്രീയ സ്റ്റേജ് നിർമ്മാണം അപകടത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷനാണ് അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. നൃത്തപരിപാടിക്ക് അനുമതി നൽകിയ GCDക്കെതിരെ കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ചെങ്കിലും പോലീസ് ക്ലീൻ ചീറ്റ് നൽകി. നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഇതിനുശേഷമാകും കുറ്റപത്രം സമർപ്പിക്കുക. മൃദംഗാവിഷൻ അധികൃതർക്കെതിരെ എടുത്ത സാമ്പത്തിക ക്രമക്കേട് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2024 ഡിസംബർ 29-നാണ് ഉമാ തോമസ് അപകടത്തിൽപ്പെട്ടത്. വാരിയലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ് 45 ദിവസം ആശുപത്രിയിൽ കിടന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗാവിഷൻ നടത്തിയ നൃത്തപരിപാടിക്കിടെ 11 അടി താഴ്ചയിലേക്ക് വീണായിരുന്നു അപകടം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലഹരിക്കെതിരായ SKN40 കേരള യാത്രയുമായി കൈകോർത്ത് എറണാകുളത്തെ ബെന്നീസ് റോയൽ ടൂർസ്. യാത്രയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 14 പേർക്ക് സിംഗപ്പൂരിൽ ക്രൂയിസ് യാത്രയാണ് ബെന്നീസ് റോയൽ ടൂർസ് ഒരുക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണയുമായി മുന്നോട്ടു പോകുകയാണ് SKN40 കേരള യാത്ര. മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കുകയാണ് ലക്ഷ്യം. യാത്രയാണ് യഥാർത്ഥ ലഹരി എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് ബെന്നീസ് റോയൽ ടൂർസ് 24-നൊപ്പം കൈകോർക്കുന്നത്. 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 14 പേർക്ക് സിംഗപ്പൂരിൽ സൗജന്യ ക്രൂയിസ് യാത്രയാണ് ബെന്നീസ് റോയൽ ടൂർസ് ഒരുക്കുന്നത്. ഈ SKNനോട് ചേർന്നുകൊണ്ട് ഈ ട്രാവൽ മേഖലയിൽ എനിക്കുണ്ടായ ആ ഒരു പരിചയം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, യാത്രയാട്ടെ നിങ്ങളുടെ ലഹരി എന്ന്. ഈ SKNന്റെ ഈ വലിയ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കാളിയാകുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിൽ അതിലെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്ക് ഒരു സിംഗപ്പൂർ ക്രൂയിസ് യാത്രയാണ് ബെന്നീസ് റോയൽ ടൂർസ് ഞങ്ങൾ ഇതിനോട് ചേർന്നുകൊണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വിലങ്ങുതടിയാകുന്ന ലഹരി വിപത്തിനെ തുടച്ചു നീക്കാൻ ബെന്നീസ് റോയൽ ടൂർസ് മുന്നിലുണ്ട്. ഈ മാസം 29-നാണ് എറണാകുളത്തെ നറുക്കെടുപ്പ് നടക്കുക. 24, കൊച്ചി. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ലെന്നും പരിഗണനാക്രമത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ. എയിംസ് അനുവദിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന CPI അംഗം P സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. കേരളത്തോട് തുടരുന്നത് അനീതിയെന്ന് CPIM അംഗം A റഹീം കുറ്റപ്പെടുത്തി. രാജ്യസഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇടതംഗങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇക്കാര്യത്തിൽ മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണോ ഇടതംഗങ്ങളുടെ ആക്ഷേപം? വിജയകുമാർ, തീർച്ചയായും മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നയം ശരിയല്ല. മന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല എന്ന അത് തന്നെയാണ് ഇടത് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കേരളത്തിന് എയിംസ് എന്ന ആവശ്യം കാലങ്ങളായി ഉയർത്തുന്നുണ്ട്. എന്നാൽ ബജറ്റുകളിൽ കേരളം കാത്തിരിക്കുന്ന എയിംസ് അനുവദിക്കപ്പെടുന്നില്ല, അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഇടത് അംഗങ്ങളുടെ പരാതി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അതിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, ആരോഗ്യ സെക്രട്ടറി
സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം എയിംസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം കേരളം സന്ദർശിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇന്ന് രാജ്യസഭയിൽ CPI അംഗം P. സന്തോഷ് കുമാർ ഈ വിഷയം കേരളത്തിന് എയിംസ് നൽകുന്നതിന് എന്താണ് തടസ്സം എന്ന ചോദ്യോത്തരവേളയിൽ ആരോഗ്യമന്ത്രി JP നദ്ദയോട് ഉന്നയിച്ചത്. അതിന് മറുപടിയായി കേരളത്തിന് എയിംസ് നൽകാൻ തടസ്സങ്ങളൊന്നുമില്ല എന്നും പരിഗണനാക്രമത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണ് എന്നുമാണ് ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കിയത്. അതായത് കൃത്യമായി എപ്പോൾ കേരളത്തിന് നൽകാനാകും എന്ന കാര്യം ഈ ഘട്ടത്തിലും കേന്ദ്രം പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെ തുടർന്നാണ് ഇടത് അംഗങ്ങൾ രാജ്യസഭയിൽ പ്രതിഷേധിച്ചത്. ഈ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളെ ചായ സൽക്കാരത്തിന് ക്ഷണിക്കൂ എന്നാണ് ഈ പ്രതിഷേധം തണുപ്പിക്കുന്നതിനായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ പറഞ്ഞു. എന്നാൽ ചായ സൽക്കാരമല്ല, കേരളത്തിന് എയിംസ് ആണ് വേണ്ടത് എന്ന് P. സന്തോഷ് കുമാർ MP മറുപടി നൽകുകയായിരുന്നു. അല്പസമയം കേരളത്തിലെ അംഗങ്ങൾ ഈ വിഷയത്തിൽ ഈ കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ലാത്തതിനാൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ചു. വിജയകുമാർ. പരിഗണനാക്രമത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണ്, മറ്റു തടസ്സമൊന്നുമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള ഇടത് MP മാർ രാജ്യസഭയിൽ പറഞ്ഞു. അവരുടെ പ്രതിഷേധവും ഇന്ന് സഭയിലുണ്ടായി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി IPL വിശേഷങ്ങൾ. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. IPL-ൽ കപ്പില്ലാത്തതിന്റെ പേരിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ എല്ലാവരും ഏറിൽ കയറ്റുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്നവരാണ് പഞ്ചാബ് കിങ്സ്. 17 സീസണിന്റെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും ദുരന്തം ടീമെന്ന നിസ്സംശയം പഞ്ചാബുകാരെ പറയാം. 2014-ലെ 2ാം സ്ഥാനവും 2008-ലെ സെമി ഫൈനൽ സ്പോട്ടും മാത്രമാണ് പ്രീതി സിൻഡയുടെ ടീമിന്റെ നല്ല ഓർമ്മകൾ. കഴിഞ്ഞ 10 സീസണുകളിൽ ഒരിക്കൽ പോലും പ്ലേ ഓഫിന് പോലും യോഗ്യത നേടാത്തവരെന്ന വലിയ നാണക്കേടും പഞ്ചാബുകാർക്ക് മാത്രം സ്വന്തം. അതേസമയം ഇത്തവണ ടീമിനെ അടിമുടി അഴിച്ചുപണിത രണ്ടും കൽപ്പിച്ചാണ്. കൊൽക്കത്തയെ കഴിഞ്ഞ തവണ കിരീടത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യരെ 26.75 കോടിക്ക് ടീമിലെത്തിച്ചത് ഇതിന് ഉദാഹരണം. ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോയിനിസ്, അസമത്തുള്ള ഒമർ സായ്, മാർക്കോ യാൻസൻ, ആരും കൊതിക്കുന്ന ഓൾറൗണ്ടർമാർ പഞ്ചാബിന്റെ പക്കലുണ്ട്. അർഷ്ദീപ്, യുസ്വേന്ദ്ര ചഹാൽ, ലോക്കി ഫെർഗൂസൺ എന്നിവരടങ്ങിയ ബൗളിംഗ് നിരയും തരക്കേടില്ലാത്തത്. റിക്കി പോണ്ടിങ്ങിന്റെ തന്ത്രങ്ങൾ കൂടിയാകുമ്പോൾ പഞ്ചാബ് പ്ലേ ഓഫിനപ്പുറം ഇത്തവണ സ്വപ്നം കാണുന്നു. കഴിഞ്ഞ സീസണിലെ നിരാശ മറന്ന വമ്പൻ തിരിച്ചുവരവാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ലക്ഷ്യം. കളിച്ച ആദ്യ സീസണിൽ ജേതാക്കളും 2ാം സീസണിൽ റണ്ണറപ്പുകളുമായ ഗുജറാത്ത് കഴിഞ്ഞ തവണ 8ാം സ്ഥാനത്തായിരുന്നു. ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, സായ് സുദർശൻ ഈ ടോപ്പ് 3-ലാണ് റൺ പ്രതീക്ഷകൾ. ഗ്ലെൻ ഫിലിപ്സ്, രാഹുൽ തെവാട്ടിയ എന്നീ ഫിനിഷർമാരും കത്തിക്കയറിയാൽ ഗുജറാത്ത് ഹാപ്പിയാകും. കഗീസോ റബാഡ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ പേസ് ത്രയത്തിലും റാഷിദ് ഖാൻ, സായ് കിഷോർ, വാഷിംഗ്ടൺ സുന്ദർ സ്പിൻ ത്രയത്തിലുമാണ് മുൻ ചാമ്പ്യന്മാരുടെ ബൗളിംഗ് പ്രതീക്ഷകൾ. പഞ്ചാബിനെതിരെ കളിച്ച 5-ൽ 3 മത്സരങ്ങളിലും ജയിച്ചെന്ന മുൻതൂക്കവും ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഗുജറാത്തിന് ആത്മവിശ്വാസമേകുന്നു. സ്പോർട്സ് ഡെസ്ക് 24.